ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയെയും അർജന്റീന ടീമിനെയും കേരളത്തിലേക്ക് എത്തിക്കാമെന്ന വാഗ്ദാനത്തിന്റെ മറവിൽ നടന്ന വിവാദത്തിലും സാമ്പത്തിക ഇടപാടുകളിലും നിർണായകമായ ഒരു വഴിത്തിരിവാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. മെസ്സിയുടെ വരവിന്റെ പേരിൽ സ്പോൺസർ വൻതോതിൽ പണസമാഹരണം നടത്തിയതായി GST വകുപ്പും പ്രത്യേക അന്വേഷണ സംഘവും കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ അവർ തന്നെ ശുപാർശ ചെയ്യുന്നു, അതായത് GST വകുപ്പ് തന്നെ ശുപാർശ ചെയ്യുകയാണ് ഇതൊരു കേന്ദ്ര അന്വേഷണം വേണമെന്ന്. പുറത്തു നിന്നുള്ള 2 പ്രമുഖ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നായി സ്പോൺസറുടെ അക്കൗണ്ടിലേക്ക് 206 കോടിയോളം രൂപ എത്തിയെന്നാണ് അന്വേഷണത്തിലെ പ്രധാന കണ്ടെത്തൽ. എന്നാൽ ഈ ഭീമമായ തുക സ്പോൺസറുടേതല്ലെന്നും ഇത് വായ്പയായി ലഭിച്ചതാണെന്ന് സമർത്ഥിക്കാനുള്ള യാതൊരുവിധ ഔദ്യോഗിക രേഖകളോ നികുതി വിവരങ്ങളോ ലഭ്യമല്ല എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. മെസ്സിയെ കൊണ്ടുവരാൻ സ്വന്തം പണമാണ് ചെലവഴിച്ചതെന്നാണ് സ്പോൺസർ വാദിക്കുന്നത്. എന്നാൽ ഇത് തെറ്റാണെന്ന് തെളിയിക്കുന്നതാണ് അക്കൗണ്ട് വിവരങ്ങൾ. അക്കൗണ്ടിലേക്ക് പണം എത്തിയ ഉടൻ തന്നെ ഇത് മറ്റ് അക്കൗണ്ടുകളിലേക്ക് വേഗത്തിൽ വകമാറ്റി കൈമാറ്റം ചെയ്തതായും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. അടിമുടി ദുരൂഹത നിറഞ്ഞ ഈ പണമിടപാടിൽ ഫെമ നിയമങ്ങൾ ഉൾപ്പെടെ ലംഘിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നുണ്ട്. സ്പോൺസറുടെ അക്കൗണ്ട് കേവലം ഒരു ഇടനില അക്കൗണ്ട് ആയിട്ടാണോ പ്രവർത്തിച്ചതെന്നും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും മറ്റ് കണ്ടെത്തലുകളും ഉൾപ്പെടുത്തി GST പ്രത്യേക അന്വേഷണ സംഘം സമഗ്രമായ റിപ്പോർട്ടാണ് സമർപ്പിച്ചിട്ടുള്ളത്. സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് കേന്ദ്ര ഏജൻസികളുടെ വിശദമായ അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട്. സംസ്ഥാനത്ത് GST വെട്ടിപ്പും നികുതി വരുമാന ചോർച്ചയും കണ്ടെത്താൻ സർക്കാർ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് മെസ്സി വിവാദത്തിലെ സാമ്പത്തിക ഇടപാടുകളും അന്വേഷിക്കുന്നത്. മുഖ്യമന്ത്രി VD സതീശന്റെ ഓഫീസിൽ ലഭിച്ച പരാതികൾക്കും മാധ്യമ റിപ്പോർട്ടുകൾക്കും പിന്നാലെയാണ് സംസ്ഥാനത്തെ GST വെട്ടിപ്പും നികുതി ചോർച്ചയും കണ്ടെത്താൻ സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചത്. വൻതോതിലുള്ള നികുതി വെട്ടിപ്പ് കണ്ടെത്തുക, പണമിടപാടുകളുടെ ഉറവിടവും പണമൊഴുക്കും പരിശോധിക്കുക, നികുതി വെട്ടിപ്പിന് പിന്നാലെ വ്യക്തികളെയും സ്ഥാപനങ്ങളെയും കണ്ടെത്തി നടപടി സ്വീകരിക്കുക എന്നിവയാണ് സംഘത്തിന്റെ പ്രധാന ചുമതല. ഡെപ്യൂട്ടി കമ്മീഷണർ ബ്രിജേഷ് സിയുടെ നേതൃത്വത്തിലാണ് SIT പ്രവർത്തിക്കുന്നത്. സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ K. റെക്സ് അലക്സ്, അസിസ്റ്റന്റ് സ്റ്റേറ്റ് ടാക്സ് ഓഫീസർമാരായ ദിന CE, സുനിൽകുമാർ, അജീഷ് എന്നിവരാണ് മറ്റ് അംഗങ്ങളായിട്ട് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിലുള്ളത്. ഈ സംഘം തന്നെയാണ് മെസ്സി വിവാദത്തിലെ GST തട്ടിപ്പും അന്വേഷിക്കുന്നത്. സംസ്ഥാന GST കമ്മീഷണർ മുഖേന മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിക്ക് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. നികുതി വെട്ടിപ്പ്, വരുമാന നഷ്ടം, ഉദ്യോഗസ്ഥരുടെ വീഴ്ച, ക്രമക്കേട് എന്നിവ കണ്ടെത്തി തുടർ നടപടികൾ സ്വീകരിക്കാനാണ് സർക്കാരിന്റെ നീക്കം. സംസ്ഥാനത്തിന്റെ നികുതി വരുമാനം സംരക്ഷിക്കുന്നതിനും വലിയ സാമ്പത്തിക ക്രമക്കേടുകൾ നേരത്തെ കണ്ടെത്തുന്നതിനുമുള്ള നിർണായക ഇടപെടലായാണ് പുതിയ അന്വേഷണ സംവിധാനത്തെ സർക്കാർ കാണുന്നത്.